ഹായ്, നമസ്കാരം. പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇന്നൊവേഷൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? വലിയ വലിയ നഗരങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭീമൻ കമ്പനികൾ. പക്ഷേ ആ ധാരണയൊക്കെ അങ്ങ് മാറ്റിമറിക്കുന്ന ഒരു കിടിലൻ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണ കോളേജ് പ്രൊജക്റ്റ്. അത് വളർന്ന് $1 കോടി, അതായത് ഏകദേശം 80 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നേടുന്നു. അതും ഒരു മലയാളി സ്റ്റാർട്ടപ്പ്. അതെ, ഈ ഒരു വാചകത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ? വലിയ സ്വപ്നങ്ങൾ കാണാനും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അങ്ങ് സിലിക്കൺ വാലി വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പോലും ലോകത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഐഡിയകളുണ്ടാവാം. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ കഥ. അപ്പോ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം, ഇന്നൊവേഷന്റെ പുതിയ വിലാസം, കേരളത്തിൽ നിന്നുള്ള ഒരു തുടക്കം. ഇനി രണ്ടാമത്തെ ഭാഗം, കടലിൽ നിന്നൊരു പ്രൊജക്റ്റ്. അപ്പോ ഈ കിടിലൻ ആശയത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നല്ലേ? നമ്മുടെ തൃശ്ശൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. അതെ, സംഭവം തുടങ്ങുന്നത് 2016-ലാണ്. നജീബ് ബിൻ ഹനീഫ് എന്നൊരു വിദ്യാർത്ഥി തന്റെ കുറച്ച് കൂട്ടുകാരുമായി ചേർന്നു തുടങ്ങിയ ഒരു സാധാരണ കോളേജ് പ്രൊജക്റ്റ്. അന്നവരുടെ കയ്യിൽ വലിയ കമ്പനിയോ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു അക്കാഡമിക് പ്രോജക്റ്റ്. കേൾക്കുമ്പോൾ തന്നെ ഒരു അവിശ്വസനീയത തോന്നുന്നില്ലേ? അപ്പോ ഇവരുടെ ഈ വലിയ ഐഡിയയുടെയൊക്കെ ബേസ് എന്തായിരുന്നെന്നറിയാമോ? കടലിന്റെ അടിയിൽ കാണുന്ന പായൽ. നമ്മളൊക്കെ സാധാരണ കാണുന്ന പായൽ തന്നെ. പക്ഷെ സംഗതി അത്ര സിമ്പിളല്ല. ഉയർന്ന പോഷകഗുണങ്ങളുള്ള ഒന്നാണിത്. ഈയൊരു പായലായിരുന്നു അവരുടെ ഇന്നൊവേഷന്റെ ഹീറോ. ഇനി അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്തായിരുന്നെന്നോ? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമായിരുന്നില്ല. ഈ പോഷകങ്ങൾ നിറഞ്ഞ പായൽ ഉപയോഗിച്ച് അവരങ്ങ് കുക്കീസ് ഉണ്ടാക്കി. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ കുക്കീസ്. എത്ര ലളിതമായിട്ടുള്ള പക്ഷേ പവർഫുള്ളായൊരു തുടക്കം, അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗം, കോളേജിൽ നിന്ന് കമ്പനിയിലേക്ക്. അപ്പോ ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ഒരു ബിസിനസ്സായി മാറിയത്? നമുക്ക് നോക്കാം. തീർച്ചയായും ഈ ഒരു വളർച്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല. അതിനു പിന്നിൽ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, പിന്നെ കോളേജുകളിലെ IADC അഥവാ ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ, ഇവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അങ്ങനെ 2019 ആയപ്പോഴേക്കും ICAR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ സഹായത്തോടെ അവരവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് മാർക്കറ്റിലിറക്കി. ഇനി നാലാമത്തെ ഭാഗം, $10 മില്യൺ ഐഡിയ. യെസ്, നമ്മൾ ഈ കഥയുടെ ഏറ്റവും നിർണായകമായ ആ ഒരു ക്ലൈമാക്സ് മൊമെന്റിലേക്ക് എത്തുവാണ്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ഒരു സാധാരണ കോളേജിൽ തുടങ്ങിയ ഇത്ര ചെറിയൊരു പ്രൊജക്റ്റിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ശ്രദ്ധയൊക്കെ കിട്ടുമോ? അതിന് സാധിക്കുമോ? അതിനുള്ള ഉത്തരം ഇതാണ്: $10 മില്യൺ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. $1 കോടി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഇതിലേറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴുണ്ടല്ലോ, ഈ സ്ഥാപകരൊക്കെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കയ്യിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുൻപേ അവരെ തേടി കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്തി. ഇതൊരു ഒറ്റത്തവണത്തെ ഭാഗ്യം കൊണ്ടൊന്നും കിട്ടിയതല്ല കേട്ടോ. 2021 ആ വലിയ നിക്ഷേപത്തിന് ശേഷം തൊട്ടടുത്ത വർഷം 2022 അമേരിക്കയിൽ നിന്നും അടുത്ത ഫണ്ടിംഗ് വന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഐഡിയ എത്രത്തോളം പവർഫുള്ളായിരുന്നു, അതിന് എത്രത്തോളം വളരാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നൊക്കെ. ഇനി അഞ്ചാമത്തെ ഭാഗത്തേക്ക് പോകാം, അനുദിനം വളരുന്ന പായൽ. അപ്പോൾ സാര ബയോടെക് വെറും കുക്കീസിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവർ പുതിയ പുതിയ ഏരിയാസിലേക്ക് വളർന്നു. അവരുടെ ആ ഒരു ജേർണി നോക്കിക്കേ. ആദ്യം പോഷകങ്ങൾ നിറഞ്ഞ കുക്കീസ്. അവിടെ നിന്ന് അവർ നേരെ പോയത് കോഴികൾക്കുള്ള തീറ്റയിലേക്കാണ്. പായൽ ഉപയോഗിച്ച് കോഴികൾക്ക് തീറ്റ. തീർന്നില്ല. അതിനുശേഷം അവർ വീടിന്റെ അകത്തെ വായു ശുദ്ധീകരിക്കാൻ പായൽ ഉപയോഗിക്കുന്ന ബയോടെക്നോളജിയിലേക്കും കടന്നു. ഇന്നൊവേഷന്റെ ഒരു അപാര യാത്ര തന്നെയല്ലേ? ശരി, ഇനി ആറാമത്തെ അവസാനത്തെ ഭാഗം, കേരളത്തിൽ നിന്നൊരു പാഠം. അപ്പോൾ ഈ ഒരു അവിശ്വസനീയമായ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ പോലെ തോന്നുന്നില്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ചില യഥാർത്ഥ ജീവിതകഥകൾ സിനിമയേക്കാൾ വലുതായിരിക്കും. ഇത് അങ്ങനത്തെ ഒന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ആരെങ്കിലും കേരളത്തിൽ നിന്ന് വേൾഡ് ക്ലാസ് ആയിട്ടുള്ളൊരു സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ ഈ പേര് പറയാം: സാര ബയോടെക് സ്ഥാപകൻ നജീബ് ബിൻ ഹനീഫ്. ഈ കഥ നമ്മളെ എല്ലാവരെയും ഒരു ചോദ്യത്തിന് മുന്നിലാണ് നിർത്തുന്നത്. ഇന്നൊവേഷൻ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ അടുത്ത ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ ആശയം ഒരുപക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജ് ക്ലാസ് റൂമിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവാം. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.